KSEB പോലീസിന്റെ ജോലി ചെയ്യേണ്ട, അത് നിർവഹിക്കുവാൻ ഇവിടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുണ്ട്. നിയമത്തിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ അവരുടെ ജോലി ഭംഗിയായി നിർവഹിക്കുന്നതാണ്. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിൽ KSEB ഓഫീസുമായി ബന്ധപ്പെട്ട് കുറച്ച് ദിവസങ്ങളായി നടക്കുന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും തോന്നിയേക്കാം, രണ്ട് ചെറുപ്പക്കാർ KSEB ഓഫീസിൽ ആക്രമണം നടത്തിയത് കൊണ്ടല്ലേ KSEB ഉദ്യോഗസ്ഥർ ആ യുവാക്കളുടെ പിതാവിന്റെ ഭവനത്തിലെ വൈദ്യുതി വിച്ഛേദിച്ചത് എന്ന്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായി നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ മനസ്സിലോർക്കുക, നമ്മളുടെ മൗനം ഇതുപോലുള്ള ചില ഉദ്യോഗസ്ഥർക്ക് തങ്ങളുടെ അധികാരത്തിൽ ഉൾപ്പെടാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള മൗനാനുവാദം നാം നൽകുകയാണ് എന്ന്. കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ സംഭവിച്ച കാര്യങ്ങൾ ഒരുപക്ഷെ നാളെ നമ്മുടെ വീട്ടിലും സംഭവിച്ചേക്കാം. ഒരുപക്ഷെ കാരണങ്ങളും ഡിപ്പാർട്ട്മെന്റുകളും വ്യക്തികളും മാറി വന്നേക്കാം. KSEBക്ക് പകരം ചിലപ്പോൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റോ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റോ ആയേക്കാം. തങ്ങൾക്കില്ലാത്ത അധികാരം ഉപയോഗിച്ച് ഒരുപക്ഷെ അവർ നിങ്ങളുടെ മക്കളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയേക്കാം. തങ്ങൾക്കില്ലാത്ത അധികാരം ഉപയോഗിച്ച് അവർ നിങ്ങൾക്കുള്ള കുടിവെള്ളം നിഷേധിച്ചേക്കാം. തങ്ങൾക്കില്ലാത്ത അധികാരം ഉപയോഗിച്ച് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കേണ്ട നികുതി സ്വീകരിക്കുന്നത് അവർ നിഷേധിച്ചേക്കാം. ഇതെല്ലാം ഞാൻ പറയുമ്പോഴും ഞാൻ കുറ്റവാളികളെ ന്യായീകരിക്കുകയല്ല ചെയ്യുന്നത്. തീർച്ചയായും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം. കുറ്റം ചെയ്തവർ നിയമത്തിന്റെ പരിധിയിൽ വരികയും അവർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുകയും ചെയ്യണം. എന്നാൽ ആ ശിക്ഷ നമ്മുടെ രാജ്യത്ത് അനുശാസിക്കുന്ന, നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയിൽ അധിഷ്ഠിതമായിരിക്കണം. നമ്മുടെ രാജ്യത്ത് പോലീസുണ്ട്, കോടതിയുണ്ട്. പോലീസ് അന്വേഷിക്കട്ടെ, കോടതിയുടെ ഭാഗത്തു നിന്ന് വിധി വരട്ടെ. അവർ കുറ്റവാളികളാണ് എങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ അതിനു പകരം ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വയോധികർ താമസിക്കുന്ന വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുവാൻ KSEBക്ക് ആരാണ് അധികാരം നൽകിയത്? KSEB ആരോപിക്കുന്നത് പോലെ ഈ യുവാക്കൾ പോയി KSEB ഓഫീസിൽ ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കുവാൻ ഇവിടെ പോലീസും അതിനായി വിധി പുറപ്പെടുവിക്കുവാൻ ഇവിടെ ന്യായവ്യവസ്ഥകളും നിലവിലുള്ളപ്പോൾ അതിനെ മറികടന്നുകൊണ്ട് തങ്ങൾക്കില്ലാത്ത അധികാരം ഉപയോഗിച്ച് ഈ യുവാക്കളുടെ മാതാപിതാക്കൾ താമസിക്കുന്ന ഭവനത്തിലെ വൈദ്യുതി വിച്ഛേദിക്കുവാൻ KSEBക്ക് അധികാരം നൽകിയതാരാണ്? ഇതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വൈകാരിക തലത്തിൽ തീരുമാനമെടുക്കാതെ കുറച്ചുകൂടി പക്വത കാണിക്കുവാൻ എന്തുകൊണ്ട് KSEBയുടെ MD ആയ IAS ഉദ്യോഗസ്ഥൻ ബിജു പ്രഭാകറിന് സാധിച്ചില്ല? ഏതായാലും കാര്യങ്ങൾ ഇപ്പോൾ ഭംഗിയായി അവസാനിച്ചിരിക്കുകയാണ്. കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് റസാഖിന്റെ വീട്ടിൽ KSEB വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു. KSEB കുറെ വ്യവസ്ഥകൾ അവരുടെ മുമ്പിൽ വെക്കുകയും ഒപ്പിട്ട് കൊടുക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തുവെങ്കിലും റസാഖും കുടുംബവും അതിൽ ഒപ്പിടുവാൻ തയ്യാറായില്ല. പക്ഷേ പ്രതിഷേധം ഭയന്ന് ലഭിച്ച തങ്ങൾക്ക് വന്ന വിമർശനം ഉൾക്കൊണ്ടുകൊണ്ട് KSEB ഉപാധികം വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. KSEBയുടെ നടപടിക്കെതിരെ ഇന്നലെ തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ നടപടിയെടുത്തിരുന്നു. ഒരിക്കൽ കൂടി അടിവരയിട്ട് പറയട്ടെ, തെറ്റ് ചെയ്ത വ്യക്തികളെ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. എന്നിരുന്നാൽ കൂടിയും തങ്ങൾക്കില്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലുള്ള നടപടിക്രമങ്ങൾ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റുകൾ നടത്തുകയാണ് എങ്കിൽ അതിനെതിരെ പ്രതികരിക്കുവാനുള്ള ഉത്സാഹം നമ്മൾ എല്ലാവരും കാണിക്കേണ്ടതാണ്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്നതുപോലെ KSEBക്ക് വൈദ്യുതി കണക്ഷൻ, ഒരു കുടുംബത്തിൽ നിന്ന് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നതിന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുന്നതിന് ചില മാനദണ്ഡങ്ങളും ചില കാരണങ്ങളുമുണ്ട്. അത് ചെയ്ത ആ അവസ്ഥയിൽ മാത്രമേ KSEBക്ക് വൈദ്യുതി വിച്ഛേദിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മൾ വൈദ്യുതിയുടെ ബില്ല് യഥാസമയം അടച്ചിട്ടില്ല എങ്കിൽ KSEBക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുവാനുള്ള അധികാരമുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെയും അവർ SMS മുഖേനയോ അല്ലെങ്കിൽ ഇമെയിൽ മുഖേനയോ ഫോൺ മുഖേനയോ ഉപഭോക്താവിനെ അറിയിക്കുവാനുള്ള അവർക്ക് ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമുണ്ട്. അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വൈദ്യുതി മോഷണം നടന്നു, അതിന് കാരണമായ തെളിവുകൾ KSEBക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ KSEBക്ക് വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കുവാൻ സാധിക്കുകയുള്ളൂ. വേറൊരു കാരണം, ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ സാഹചര്യം KSEB കാണുകയാണ് എങ്കിൽ പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾക്കും അപകടകരമായ ഏതെങ്കിലും സാഹചര്യം ഉണ്ടായതായി KSEBക്ക് തോന്നുകയാണ് എങ്കിൽ KSEBക്ക് തങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് വൈദ്യുതി വിച്ഛേദിക്കുവാനുള്ള അധികാരമുണ്ട്.
പക്ഷെ ഈ കഴിഞ്ഞ സംഭവത്തിൽ നടന്നത് ഒരിക്കലും KSEBിയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല. നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, KSEB പറയുന്നത് പോലെ അവരുടെ ഈ 2 യുവാക്കൾ പോയി അവരുടെ ഓഫീസിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എങ്കിൽ KSEB പ്രതികരിച്ചത് വളരെ വൈകാരികമായാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള വൈകാരികമായ ഒരു പ്രതികരണം താഴെത്തലത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കുവാനും പക്വമായ തീരുമാനം എടുക്കുവാനുമുള്ള ആർജവം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതാണ്. ഇല്ല എങ്കിൽ അത് തെറ്റായ പ്രവണതകൾ നമ്മുടെ എല്ലാ സംസ്ഥാന സർക്കാരിൻ്റെ അല്ലെങ്കിൽ സർക്കാരുകളുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും തെറ്റായ പ്രവണതകൾ ഉണ്ടാകുന്നതിനും അതുവഴിയായി തെറ്റായ തീരുമാനങ്ങൾ എടുക്കുന്നതിനും ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ദയവ് ചെയ്ത് പൊതുജനങ്ങളുടെ അവബോധത്തിനായി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ചെയ്യുക. നിങ്ങൾക്കെല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. നന്ദി.